തീപിടിച്ച വാൻഹായ് കപ്പലിൽ വിദഗ്ധ സംഘം ഇറങ്ങിയിരിക്കുന്നു. വലിയ വടം ടഗ് ബോട്ടിൽ കെട്ടി കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. KR സാജു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സാജു, കപ്പലിലെ തീപിടുത്തം അത് ഏതാണ്ട് 40% അണയ്ക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിദഗ്ധ സംഘത്തിന് കപ്പലിൽ ഇറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു വലിയ പുരോഗതി തന്നെയല്ലേ? ദിവ്യ, MERC പോർബന്തറിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് ഹെലികോപ്റ്ററിൽ നിന്നും കപ്പലിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വാൻഹായ് എന്ന കപ്പൽ, വാൻഹായ് 503 എന്ന കപ്പൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഏറ്റവും അപകടകരമായ കാര്യമാണ്. അങ്ങോട്ടാണ് വിദഗ്ധ സംഘം ഹെലികോപ്റ്ററിൽ നിന്നും കപ്പലിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഒരു വലിയ വടം ഉപയോഗിച്ച് ഡഗ് ബോട്ടുകളുമായി ഇതിനെ കെട്ടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെ കൂടുതൽ, ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ തീരത്തു നിന്നും ഏതാണ്ട് 125 കിലോമീറ്റർ അകലെയാണ് കടലിൽ ഈ വാൻഹായ് 503 എന്ന കപ്പൽ ഉള്ളത്. അതിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതുകൂടി വിജയകരമായാൽ വലിയ നേട്ടമായിരിക്കും. പക്ഷേ ഇപ്പോൾ തന്നെ സർക്കാർ കരുതുന്നത്, അതായത് ഈ വിദഗ്ധ സംഘം ഇതുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദഗ്ധ സംഘം കരുതുന്നത് ഏറ്റവും വലിയ നിർണായക നീക്കമാണ് നടന്നിരിക്കുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഉള്ള കപ്പലിലാണ് വിദഗ്ധ സംഘത്തിന് ഇറങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ ഇറങ്ങിക്കൊണ്ട് വലിയ ഒരു വടം ഡഗ് ബോട്ടുകളിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി ഈ കപ്പലിനെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് തീരത്തേക്ക് വരുന്നതിൽ നിന്നും മാറ്റി കൂടുതൽ ഉൾക്കടലിലേക്ക് സുരക്ഷിതമായ ഭാഗത്തേക്ക് കൂടുതൽ മാറ്റാൻ കഴിയും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു വെല്ലുവിളിയുള്ള ഒരു പ്രോസസ്സ് തന്നെയല്ലേ? കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നത് വലിയ വെല്ലുവിളിയായ ഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇന്ന് രാവിലെയും DG ഷിപ്പിംഗ് അടക്കമുള്ളവർ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ 40% മാത്രമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കപ്പലിലേക്കാണ് വിദഗ്ധ സംഘത്തിന് ഇറങ്ങാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അതിൽ ഒരു വടം ഘടിപ്പിച്ചുകൊണ്ട്, വലിയ വടമാണ് അത് ഘടിപ്പിച്ചുകൊണ്ട് ഡഗ് ബോട്ടുകളുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ്. പോർബന്തറിൽ നിന്നുള്ള MERCയിലെ വിദഗ്ധ സംഘമാണ്, സാങ്കേതിക വിദഗ്ധരാണ് ഇത്തരത്തിൽ ഒരു ദൗത്യം നിർവഹിച്ചത്. ഇതിനെ വലിയ നേട്ടമായി ഇപ്പോൾ കരുതുന്നുണ്ട്. DG ഷിപ്പിംഗ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച കേന്ദ്ര ഏജൻസികൾ കൂടുതൽ വിവരങ്ങൾ താമസിയാതെ പുറത്തുവിടും. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് വാൻഹായ് കപ്പലിന്റെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നേരത്തെ 4 പേരെ കാണാനുണ്ട്. അവരെക്കുള്ള തിരച്ചിലുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കപ്പൽ എങ്ങോട്ടെങ്കിലും ഒഴുകുന്നതിനെ കൂടുതൽ തടയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ തീരത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ നീങ്ങുന്നത്, നേരത്തെ തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യതകളൊക്കെ പ്രവചിച്ചിരുന്നു ഇൻഗോയിസ് പോലുള്ള ഏജൻസികൾ. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കം വിദഗ്ധ സംഘത്തിന് നടത്താൻ കഴിഞ്ഞത്. എന്നതിലപ്പുറം ഇതിനെ ഉൾക്കടലിലേക്ക് മാറ്റിയത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? തീരത്തേക്ക് അടുക്കുന്നത് മാറ്റുക എന്നത് കൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി ഈ ഘട്ടത്തിൽ കാണുന്നത്. കാരണം തീരത്തേക്ക് അടുത്ത് നിന്നുകൊണ്ട് കപ്പൽ കൂടുതൽ കത്തി അമരുന്നതിലേക്കോ ഇത് പൊട്ടിത്തെറിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഈ അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ളവ, കീടനാശിനികൾ അടക്കമുള്ളവ വളരെ വേഗത്തിൽ തീരത്തേക്ക് എത്തുന്നത് തടയാൻ കഴിയും. ഇപ്പോൾ തന്നെ 125 കിലോമീറ്റർ കേരള തീരത്തു നിന്നും അകലെയാണ്. അതിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീരത്തിനുണ്ടാകുന്ന പരിസ്ഥിതി നാശത്തിന്റെ അളവ് തന്നെ കുറയ്ക്കാൻ കഴിയും. കൂടുതൽ അപകടങ്ങൾ വല്ലതും വാൻഹായ് 503 കപ്പലിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം സാധ്യതകൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. ആ നീക്കം വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ വിദഗ്ധ സംഘത്തിന് ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങാൻ കഴിയുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത്. ദിവ്യ, എന്തായാലും സാജു, വിദഗ്ധ സംഘം കപ്പൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഈ കാണാതായ 4 പേരെ കണ്ടെത്താൻ സാധിച്ചേക്കുമോ? അതുകൂടി അവരുടെ ഒരു ദൗത്യമാണോ?
അങ്ങനെ കപ്പലിനുള്ളിൽ കൂടുതൽ സമയം നിൽക്കാൻ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. അവർ ഇറങ്ങുക, ഈ വടം ഘടിപ്പിക്കുക, അതിനുശേഷം ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് നമ്മൾ എയർലിഫ്റ്റ് ചെയ്യുന്നത് പോലെ ഇറങ്ങുക, അതേപോലെ തന്നെ അവർ ആ മാർഗത്തിൽ തന്നെ മുകളിലേക്ക് ഹെലികോപ്റ്ററിലേക്ക് പോകുക എന്നതാണ് ഇതിന് സ്വീകരിക്കുന്ന രീതി. ആ രീതിയിൽ അവർ ഇപ്പോൾ വിദഗ്ധ സംഘം സ്വാഭാവികമായും തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് ഏജൻസികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറിയ വിവരമാണ് നമ്മൾ നൽകുന്നത്. വളരെ വളരെ വലിയ നീക്കങ്ങൾ, അതായത് കത്തി അമരുന്ന ഒരു കപ്പലിലേക്ക് ഇറങ്ങി അതിനെ ബന്ധിപ്പിക്കാൻ, വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു, അതിനെ ആ വടത്തെ ഡഗ് ബോട്ടുകളിലേക്ക് ഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് നിർണായക നീക്കമാണ്. ഇനി ഈ ഡഗ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിനെ കൂടുതൽ നീക്കാൻ കഴിയുമോ എന്നതുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉൾക്കടലിലേക്ക് നീക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടക്കുന്നത്. എത്രത്തോളം അത് വിജയകരമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ നിർണായകമായ ചുവടുവെപ്പുകളാണ് രക്ഷാദൗത്യത്തിലുള്ള ഏജൻസികൾ നടത്തിയിരിക്കുന്നത്. ദിവ്യ, യെസ്, എന്തായാലും കഴിഞ്ഞ 35 മണിക്കൂറിലധികമായി ആ കപ്പലിൽ തീപിടുത്തം തുടങ്ങിയിട്ട് അത് ഇതുവരെയും പൂർണ്ണമായി അണക്കാൻ കഴിഞ്ഞിട്ടില്ല. വാൻ ഹൈ 503 എന്ന കപ്പലിന്റെ ഏറ്റവും പുതിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എന്തായാലും രക്ഷാദൗത്യത്തിൽ ഒരു ചുവടുവയ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. വിദഗ്ധ സംഘത്തിന് കപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ ടഗ്, അതിൽ വടം കെട്ടിക്കൊണ്ട് ആ കപ്പലിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.